ഹായ് എവരിവൺ, എല്ലാവർക്കും VBY ITI കൽപ്പകഞ്ചേരിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ശ്യാമിലി. ഞാനിന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ സെക്കൻഡ് ഇയറിലെ മൊഡ്യൂളായിട്ടുള്ള DC ജനറേറ്ററിൻ്റെ പാർട്ട് 10 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് DC ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു കഴിഞ്ഞു. ദെൻ DC ഷണ്ട് ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗമാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ DC ഷണ്ട് ജനറേറ്റർ. സോ അതിൻ്റെ ബാക്കിയിൽ നമുക്ക് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ടോപ്പിക്ക് പറയാനുണ്ട്. ഒരു ടേമാണ്, അതായത് ഇങ്ങനെ ചില ഇമ്പോർട്ടൻറ്റ് ടേംസുകൾ നമുക്ക് ഇടയ്ക്ക് വരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, അത് ശ്രദ്ധിക്കാതെ പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പറയുന്ന ടോപ്പിക്കാണ് ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, അതൊരു റെസിസ്റ്റൻസ് വാല്യൂ ആണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. ഇവിടെ പറയുന്നത് critical field resistance. If the shunt field circuit resistance is too large, it does not allow sufficient current to flow into the field to build up its voltage. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതാണ്, നമുക്കൊരു ഷണ്ട് ഫീൽഡ് ജനറേറ്ററിലെ ഷണ്ട് ഫീൽഡ് സർക്യൂട്ട് റെസിസ്റ്റൻസ് വളരെ അധികമായി കഴിഞ്ഞാൽ, ടു ലാർജ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ്, ടു ലാർജ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡസ് നോട്ട് അലോ സഫിഷ്യൻറ്റ് കറൻറ്റ് ടു ഫ്ലോ, അതായത് അവിടെ നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള കറൻറ്റ് ഫ്ലോ ചെയ്യാൻ അലോ ചെയ്യില്ല ഇൻ ടു ദ ഫീൽഡ് ടു ബിൽട്ടപ്പ് ഇറ്റ്സ് വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ആ ഒരു DC ഷണ്ട് ജനറേറ്ററിൽ വോൾട്ടേജ് ബിൽട്ടപ്പ് ചെയ്യാൻ ആവശ്യമായിട്ട് ഉള്ള കറണ്ടൊന്നും ആ ഒരു ഫീൽഡിലേക്ക് ഫ്ലോ ചെയ്യില്ല. ആ റെസിസ്റ്റൻസ്, ഫീൽഡ് സർക്യൂട്ട് റെസിസ്റ്റൻസ് ഒത്തിരി ലാർജ് ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതായത് നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂ വരെ മാത്രമേ ആ റെസിസ്റ്റൻസ് വരാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഫോർ ദ ഫീൽഡ് സർക്യൂട്ട് റെസിസ്റ്റൻസ് ഷുഡ് ബി സ്മോളർ ദാൻ എ വാല്യൂ കോൾഡ് ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫീൽഡ് സർക്യൂട്ട് റെസിസ്റ്റൻസ് ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ് ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിനേക്കാളും സ്മോളർ, താഴെയായിരിക്കണം, അതിനേക്കാളും ചെറുതായിരിക്കണം നമ്മുടെ ഫീൽഡ് സർക്യൂട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ DC ഷണ്ട് ജനറേറ്ററിന് വോൾട്ടേജ് ബിൽട്ടപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്ക് എന്താണ് ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ്, അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, നോക്കാം നമുക്ക് എന്താണ്. അപ്പം ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് ഈസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദി ഷണ്ട് ഫീൽഡ് സർക്യൂട്ട് വിത്ത് വിച്ച് എ DC ഷണ്ട് ജനറേറ്റർ ക്യാൻ ബിൽട്ടപ്പ് വോൾട്ടേജ്. അപ്പോൾ ഇതാണ് ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. അതായത് നമുക്കൊരു ഹയസ്റ്റ് വാല്യൂ, റെസിസ്റ്റൻസിൻ്റെ ഒരു ഹയസ്റ്റ് വാല്യൂ ആണ് ഓഫ് ദി ഷണ്ട് ഫീൽഡ് സർക്യൂട്ട്. ഷണ്ട് ഫീൽഡ് സർക്യൂട്ടിൽ, അതായത് നമ്മൾ DC ഷണ്ട് ജനറേറ്ററിൻ്റെ ഷണ്ട് ഫീൽഡ് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് ഉണ്ടായിരിക്കേണ്ട ഹയസ്റ്റ് വാല്യൂ വിത്ത് വിച്ച് എ DC ഷണ്ട് ജനറേറ്റർ ക്യാൻ ബിൽട്ടപ്പ് വോൾട്ടേജ്. അപ്പോൾ ആ DC ഷണ്ട് ജനറേറ്ററിന് വോൾട്ടേജ് ബിൽട്ടപ്പ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു ഹയസ്റ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിനേക്കാളും താഴെയായിരിക്കണം നമ്മുടെ ഫീൽഡ് സർക്യൂട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ DC ഷണ്ട് ജനറേറ്ററിന് വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂവിനേക്കാളും താഴെയാണെങ്കിൽ മാത്രമാണ് വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദി ഷണ്ട് ഫീൽഡ് സർക്യൂട്ട്. അപ്പോൾ ഷണ്ട് ഫീൽഡ് സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഹയസ്റ്റ് വാല്യൂ
വിത്ത് വിച്ച് എ ഡി സി ഷണ്ട് ജനറേറ്റർ ക്യാൻ ബിൽഡപ്പ് വോൾട്ടേജ്. ആ ഡി സി ഷണ്ട് ജനറേറ്ററിന് വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന ആ ഹയസ്റ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ബിയോണ്ട് ദിസ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ദ ജനറേറ്റർ ഫെയിൽസ് ടു ബിൽഡ് അപ്പ് വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിനേക്കാളും ബിയോണ്ട് ആകുമ്പോൾ, അപ്പുറം പോകുമ്പോൾ, അതായത് അതിനേക്കാളും വലിയ വാല്യൂ ആകുമ്പോൾ എന്താണ്, ജനറേറ്റർ ഫെയിൽസ് ടു ബിൽഡ് അപ്പ് വോൾട്ടേജ്. ആ ജനറേറ്റർ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യുന്നതിൽ ഫെയിൽ ആകുന്നു, അതായത് വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഫീൽഡ് സർക്യൂട്ട് റെസിസ്റ്റൻസിനേക്കാളും റെസിസ്റ്റൻസ്, നമ്മളെ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഹൈ ആവുകയാണെങ്കിൽ നമുക്കവിടെ എന്താകും, ജനറേറ്റർ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യില്ല. ഓക്കെ, സോ നമുക്ക് ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസിനേക്കാളും സ്മോളർ ആയിരിക്കണം നമ്മുടെ ഫീൽഡ് സർക്യൂട്ട് റെസിസ്റ്റൻസ്. അതിൻ്റെ ബിയോണ്ട് ആണെങ്കിൽ ജനറേറ്റർ ഫെയിൽസ് ടു ബിൽഡ് അപ്പ് വോൾട്ടേജ്. ക്ലിയർ? ഓക്കെ, ദെൻ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടെത്തുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിന് നമുക്കിവിടെ നമ്മുടെ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡി സി ഷണ്ട് ജനറേറ്ററിൻ്റെ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അതാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. നോക്കൂ, ദ വാല്യൂ ഓഫ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ ഡ്രോയിങ് എ ടാൻജൻഷ്യൽ ലൈൻ ടു ദി ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക് കർവ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡി സി ഷണ്ട് ജനറേറ്ററിൻ്റെ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക് കർവ് അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ കർവ് എന്നും പറയും. അതാണ് നമുക്കിവിടെ ഫിഗറിൽ തന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ദ റിലേഷൻ ബിറ്റ്വീൻ ഫീൽഡ് കറൻറ്റ് ആൻഡ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്, അതാണ് ആക്ച്വലി നമ്മുടെ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജിൻ്റെയും ഫീൽഡ് കറൻറ്റിൻ്റെയും റിലേഷൻ കാണിക്കുന്ന കർവ്. അപ്പം നമുക്ക് ആ ഒരു കർവ് വരച്ചിട്ട് നമ്മൾ അതിനൊരു ടാൻജൻഷ്യൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിൻറ്റോട് ടച്ച് ചെയ്ത് പോകുന്നതല്ല. നമുക്കിവിടെ നമ്മുടെ ഈ 0 മുതൽ 6 വരെ വരച്ചിട്ട് ആ ലൈനാണ് ഇവിടെ ടാൻജൻഷ്യൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കർവിൽ ഏതൊരു പോയിൻറ്റ് ടച്ച് ചെയ്ത് പോകുന്ന ലൈന്, സ്ട്രൈറ്റ് ലൈനെ നമ്മൾ ടാൻജൻഷ്യൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക് കർവിൽ, ഇപ്പോൾ ഏത് കർവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക് കർവിൽ നമ്മളൊരു ടാൻജൻഷ്യൽ ലൈൻ വരച്ചിട്ടാണ് ആക്ച്വലി നമ്മുടെ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഫ്രം ദിസ് ദ വാല്യൂ ഓഫ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ആസ് ബിലോ. നമുക്ക് താഴെ പറയുന്ന പോലെയാണ് നമ്മൾ ഇവിടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതാണ് പറയുന്നത് താഴെ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ നമ്മുടെ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് കർവ് ബിറ്റ്വീൻ നമ്മുടെ ഫീൽഡ് കറൻറ്റ് ആൻഡ് വോൾട്ടേജ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ നമ്മുടെ എക്സ് ആക്സിസ് നമ്മൾ ഫീൽഡ് കറൻറ്റ് നോക്കുക, അതിൻ്റെ വാല്യൂസ് 0.1 ആംപിയർ, 0.2, 0.3 ആംപിയർ വരെ നമ്മളവിടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ വൈ ആക്സിസിൽ നമ്മൾ ഇവിടെ വോൾട്ടേജാണ് എടുത്തിട്ടുള്ളത്. 100 വോൾട്ട്, 200 വോൾട്ട്, 300 വോൾട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കർവ്, മാഗ്നറ്റൈസേഷൻ കർവ് വരച്ചു. കർവ് നമുക്കറിയാം 0 എന്നാവില്ല സ്റ്റാർട്ട് ചെയ്യുക, റെസിഡ്യൽ മാഗ്നറ്റിക്സ് ഉള്ളത് കാരണം ജസ്റ്റ് എബവ് ഒറിജിൻ ആണ്. ഓക്കെ, കർവ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണിച്ചത്. എ എന്നുള്ള പോയിന്റിലാണ് കർവ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കർവിന് നമ്മളിവിടെ ഒരു ടാൻജൻഷ്യൽ ലൈൻ OR എന്നൊരു ടാൻജൻഷ്യൽ ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ഇവിടെ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫീൽഡ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ടാൻജൻഷ്യൽ ലൈൻ വരച്ചിട്ട് അതിൽ നമ്മളൊരു പോയിൻ്റ് സെലക്ട് ചെയ്യും. നമ്മളിവിടെ R എന്നൊരു പോയിൻ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ പോയിൻ്റിൽ നിന്ന് നമ്മുടെ ആ ഒരു ടാൻജൻ്റ് ആ ഒരു പോയിൻ്റിൽ നിന്ന് നമ്മളതിൻ്റെ കറക്റ്റ് വോൾട്ടേജും കറണ്ടും എത്രയാണെന്നുള്ള കണ്ടുപിടിക്കുക. അതായത് നമ്മൾ അവിടെ നിന്ന് ഡോട്ടഡ് ലൈന് നമ്മൾ കറണ്ടിൻ്റെ ആക്സിസിലേക്കും അതുപോലെ വോൾട്ടേജിൻ്റെ ആക്സിസിലേക്കും വരച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ആ കറസ്പോണ്ടിങ് വാല്യൂ എത്രയാണെന്നുള്ളത് നോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കൂ, RC എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്, ഫീൽഡ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ആണ് RC. സോ RC is equal to voltage represented by the tangent divided by current represented by the tangent. നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R is equal to V/I ആണ്. വോൾട്ടേജ് ബൈ കറണ്ട് ആണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോ നമ്മളിവിടെ നമ്മൾ ആ ടാൻജൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എടുത്തു. വോൾട്ടേജ് റെപ്രസെൻറ്റഡ് ബൈ ടാൻജൻറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് റെപ്രസെൻറ്റഡ് ബൈ ദ ടാൻജൻറ്റ്. ആ ടാൻജൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന കറണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ, നമ്മൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു OF ഡിവൈഡഡ് ബൈ OH. OF എന്ന് പറഞ്ഞാൽ ഈ ഒറിജിൻ മുതൽ നമ്മുടെ
എന്താ നമ്മുടെ ഈ ഒരു ടാൻജൻറ്റ് ഈ ഒരു പോയിൻ്റ് വരെയുള്ളത്. ഓക്കെ, ദെൻ ഒ എച്ച് എന്ന് പറഞ്ഞാൽ കറണ്ട്, അതായത് നമുക്ക് ഈ ഒരു ഒറിജിൻ മുതൽ ഈ ഒരു നമ്മുടെ വാല്യൂ വരെയുള്ള കറണ്ട്. ഓക്കെ, സോ ഒ എഫ് ഡിവൈഡ് ബൈ ഒ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു 200 വോൾട്ട് ഡിവൈഡഡ് ബൈ 0.2 ആംപിയർ. ഓക്കെ, നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്ന നമുക്ക് 1000 ഓം എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ വരച്ചിട്ടുള്ള നമ്മൾ വാല്യൂസ് കൊടുത്ത് വരച്ചിട്ടുള്ള ഈ ഒരു ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക് കർവ് എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഫീൽഡ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് വാല്യൂ ആണ് 1000 ഓം. അപ്പോൾ എങ്ങനെയാണ് ചോദിച്ചത്, അപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂ എങ്ങനെയാണ് നമ്മുടെ ഫീൽഡ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക് കർവ് വരച്ചിട്ട് അതിൽ നിന്ന് ഒരു ടാൻജൻഷ്യൽ ലൈൻ വരച്ചിട്ടാണ് നമ്മൾ ഈ ഫീൽഡ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് അടുത്ത ക്യാരക്ടറിസ്റ്റിക് നോക്കാം. അടുത്ത ക്യാരയാണ് ദ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതിന് വേറൊരു പേര് ലോഡ് ക്യാരക്ടറിസ്റ്റിക് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഒരു ഷണ്ട് ജനറേറ്ററിൻ്റെ എക്സ്റ്റേണൽ അഥവാ ലോഡ് ക്യാരക്ടറിസ്റ്റിക് ആണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. ദ എക്സ്റ്റേണൽ ഓർ ലോഡ് ക്യാരക്ടറിസ്റ്റിക് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ജഡ്ജിങ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് എ ജനറേറ്റർ ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ്. അതായത് നമ്മുടെ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ജനറേറ്ററിനെ നമ്മൾ എത്രത്തോളം സ്യൂട്ടബിൾ ആണ്, അത് എത്രത്തോളം അനുയോജ്യമാണ് എന്ന് ജഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് ആക്ച്വലി ഈ ഒരു എക്സ്റ്റേണൽ അഥവാ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സിനുള്ളത്. അപ്പോൾ ഈ എക്സ്റ്റേണൽ അല്ലെങ്കിൽ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ടാണ്, ജഡ്ജ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ആക്ച്വലി നമ്മുടെ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് ആ ജനറേറ്റർ എത്രത്തോളം സ്യൂട്ടബിൾ ആണ് എന്ന് ജഡ്ജ് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ചോദിച്ചാൽ നമുക്ക് പറയാം എന്താ, ഫോർ ജഡ്ജിങ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് എ ജനറേറ്റർ ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ്. അത് എത്രത്തോളം ആ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് യോജ്യമാണ് എന്ന് നമുക്ക് തീരുമാനമെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, വെൻ ദ ഡി സി ഷണ്ട് ജനറേറ്റർ ഈസ് ലോഡഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ടെർമിനൽ വോൾട്ടേജ് ഡ്രോപ്സ് വിത്ത് ഇൻക്രീസ് ഇൻ ദ ലോഡ് കറണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നു എന്താ വെച്ചാൽ നമ്മളൊരു ഡി സി ഷണ്ട് ജനറേറ്റർ ലോഡ് ചെയ്യുമ്പോൾ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ലോഡ് ചെയ്യണ സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, ടെർമിനൽ വോൾട്ടേജിൽ ഒരു ഡ്രോപ്സ് കാണാൻ പറ്റും, ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയും. അതായത് വിത്ത് ഇൻക്രീസ് ഇൻ ദ നമ്മൾ ലോഡ് കറണ്ട് ഇൻക്രീസ് ആകുമ്പോൾ. പക്ഷേ നമ്മൾ ഡി സി ഷണ്ട് ജനറേറ്ററിൻ്റെ പ്രത്യേകത പറയുന്നത്, അവിടെ ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ടെർമിനൽ വോൾട്ടേജ് ചെറിയൊരു ഡ്രോപ്പ് ഉണ്ടാകാം ലോഡ് കറണ്ട് കൂടുന്നതിനനുസരിച്ച്, ലോഡ് കറണ്ട് കൂട്ടുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, ഇനി ഷണ്ട് ജനറേറ്റർ, ഇനി പറയുകയാണ് ഒരു ഷണ്ട് ജനറേറ്ററിൽ ഫീൽഡ് കറണ്ട് അപ്പിയേഴ്സ് ടു ബി കോൺസ്റ്റൻറ്റ്. ഫീൽഡ് കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഒരു ഷണ്ട് ജനറേറ്ററിൽ അപ്പിയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വി ആൾസോ ഷുഡ് റിമൈൻ കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെർമിനൽ വോൾട്ടേജ് വിയും എന്താകാം, കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആയിരിക്കും നിലനിൽക്കേണ്ടത്. ഓക്കെ, ആൻഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ലോഡ്. അപ്പോൾ അത് ലോഡിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാകാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം, ഷണ്ട് ജനറേറ്ററിൽ ഫീൽഡ് കറണ്ട് അപ്പിയേഴ്സ് ടു ബി കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കാണപ്പെടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെർമിനൽ വോൾട്ടേജും റിമൈൻസ് കോൺസ്റ്റൻറ്റ്, ടെർമിനൽ വോൾട്ടേജും കോൺസ്റ്റൻ്റ് ആയിരിക്കാം. ഓക്കെ, ആൻഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ലോഡ്. അപ്പോൾ അത് നമുക്ക് എന്താകാം, ലോഡിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണെന്നും പറയാം. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് സോ പ്രാക്ടിക്കലി. പക്ഷെ അത് എന്തല്ല, നമുക്ക് പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. ഓക്കെ, ഇനി ദർ ആർ ടു മെയിൻ റീസൺസ് ഫോർ ദി ഡ്രോപ്പ് ഇൻ ടെർമിനൽ വോൾട്ടേജ്. അപ്പോൾ നമുക്കിവിടെ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഡി സി ഷണ്ട് ജനറേറ്ററിൻ്റെ കറക്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കാം നമുക്ക് ടെർമിനൽ വോൾട്ടേജ് ഉണ്ടാകേണ്ടത്. പക്ഷേ നമുക്ക് രണ്ട് മെയിൻ റീസൺസ് കാരണം നമുക്ക് ടെർമിനൽ വോൾട്ടേജിൽ ഡ്രോപ്പ് ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ആ രണ്ട് റീസൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ആർമേച്ചർ റെസിസ്റ്റൻസ് ഡ്രോപ്പ്, രണ്ടാമത്തത് ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ്. ആർമേച്ചർ റെസിസ്റ്റൻസ് ഡ്രോപ്പും ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ്, ഈ രണ്ട് കാരണങ്ങളാണ് നമ്മുടെ ടെർമിനൽ വോൾട്ടേജിൽ ചെറിയൊരു ഡ്രോപ്പ് വരാൻ കാരണം. ഓക്കെ, അപ്പം ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റീസണാണ് ആർമേച്ചർ റെസിസ്റ്റൻസ് ഡ്രോപ്പ്, IARA ഡ്രോപ്പ് എന്ന് പറയുന്നത്.
ഇതിനടുത്തൊരു ഇൻഡയറക്റ്റ്ലി ഉള്ള ഡ്രോപ്പാണ് ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് അടുത്ത ക്ലാസ്സുകളായിട്ട് നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും കൂടെ ക്ലിയർ ആവും. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇത്രയും ഓർക്കുക, ടെർമിനൽ വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്നതിൻ്റെ ഒരു മെയിൻ റീസണിലൊന്നാണ് ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ്. അടുത്തത് ആർമേച്ചർ റെസിസ്റ്റൻസ് ഡ്രോപ്പ്, IARA ഡ്രോപ്പ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കിവിടെ നമുക്ക് ആ ഫിഗർ അല്ലെങ്കിൽ ആ ഒരു കർവ് തന്നിട്ടുണ്ട്, നമ്മുടെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്. അതായത് നമുക്കിവിടെ പറയുന്ന എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക് ഗിയേഴ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ടെർമിനൽ വോൾട്ടേജ് ആൻഡ് ലോഡ് കറണ്ട്. അപ്പോൾ എന്താണ് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ടെർമിനൽ വോൾട്ടേജ് ആൻഡ് ലോഡ് കറണ്ട്. നമുക്ക് ടെർമിനൽ വോൾട്ടേജിൻ്റെയും ലോഡ് കറണ്ടിൻ്റെയും റിലേഷൻ തരുന്ന കർവാണ് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ വേറൊരു പേര് നമ്മൾ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നും പറയും. സോറി, എഴുതാനൊരു ഡിഫിക്കൽട്ടാണ്. ഓക്കെ, അപ്പോൾ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സും എന്നും ഇതിന് പറയും. അപ്പോൾ ടെർമിനൽ വോൾട്ടേജും അതുപോലെ ലോഡ് കറണ്ടും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന കർവാണ് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലോഡ് കറണ്ട് അതുപോലെ ടെർമിനൽ വോൾട്ടേജ് തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന കർവാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് അവിടെ ചെറിയ ഒരു 2 മെയിൻ റീസൺ കാരണം ചെറിയൊരു ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. സോ അതാണ് നമുക്കിവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. കണ്ടോ, ഫസ്റ്റ് വൺ ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ്. അപ്പോൾ അത് കാരണം ഒരു ചെറിയൊരു ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ദെൻ ആർമേച്ചർ റെസിസ്റ്റൻസ് ഡ്രോപ്പ്, അതാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് കർവ് ഈ ഒരു രീതിയിലാണ് ഇവിടെ ഫൈനലായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ വോൾട്ടേജിൻ്റെ ലോസ് ഇത്രയും ആണ് നമുക്കിവിടെ ലോസായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു ഫുൾ ലോഡ് കറണ്ടിനുള്ളതാണ് ഈ ഒരു കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് കർവ് ഓഫ് എ DC ഷണ്ട് ജനറേറ്റർ. ദെൻ അടുത്ത ഇവിടെ നമുക്ക് ഫിഗർ 5 തന്നിട്ടുള്ളതും ആക്ച്വലി നമ്മുടെ DC ഷണ്ട് ജനറേറ്ററിൻ്റെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക് കർവാണ്. അത് ചെറിയൊരു പ്രത്യേകത കൂടി കൊടുത്തിട്ടുള്ളതാണ്. അതായത് ഇവിടെ നമുക്ക് ഫുൾ കർവായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ നമ്മളൊരു വേറൊരു C എന്നൊരു പോയിൻ്റ്, ബ്രേക്ക് ഡൗൺ പോയിൻ്റ് എന്നൊക്കെ പറയും, ആ ഒരു പോയിൻ്റ് അതിനും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ് ഇത്. ആക്ച്വലി DC ഷണ്ട് ജനറേറ്ററിൻ്റെ തന്നെയാണ്. ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ 2 കർവും DC ഷണ്ട് ജനറേറ്ററിൻ്റെ കർവാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഫിഗർ തന്നിട്ട് അത് ഏതിൻ്റെതാണ് അല്ലെങ്കിൽ നമ്മളെ DC ഷണ്ട് ജനറേറ്ററിൻ്റെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഈ ഫിഗർ ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാനുള്ളത് റിലേഷൻ ബിറ്റ്വീൻ ടെർമിനൽ വോൾട്ടേജും ലോഡ് കറണ്ടും തമ്മിലുള്ള കർവാണ് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്, അഥവാ ഇതിൻ്റെ വേറെ പേര് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, ക്ലിയർ. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇനി അടുത്ത ടോപ്പിക്കാണ് ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് DC ഷണ്ട് ജനറേറ്ററിൻ്റെ ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാഗ്നറ്റൈസേഷൻ അഥവാ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, അഥവാ നോ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അത് പറഞ്ഞു. ദെൻ നമ്മളിപ്പം നമ്മുടെ എക്സ്റ്റേണൽ അഥവാ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ദെൻ ഇനി അടുത്തത് ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക് ആണ്. അപ്പോൾ ഓരോ കർവും എങ്ങനെയാണ് അതിൻ്റെ രൂപം എന്നുള്ളത് ഒന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്. The internal characteristic gives the relation between induced voltage and the armature current. അപ്പോൾ ആർമേച്ചർ കറണ്ടും അതുപോലെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന കർവാണ് ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻഡ്യൂസ്ഡ് വോൾട്ടേജും ആർമേച്ചർ കറണ്ടും നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഏത് തമ്മിൽ വരയ്ക്കുന്ന കർവാന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ നമുക്ക് ആർമേച്ചർ കറണ്ട് IA തന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് തമ്മിൽ വരയ്ക്കുന്ന കർവാണ് ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമുക്കിവിടെ DC ഷണ്ട് ജനറേറ്ററാണ്. സോ നമുക്കിവിടെ IA എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ലോഡ് കറണ്ട് IL പ്ലസ് ISH ആണ് നമ്മുടെ IA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ആർമേച്ചർ കറണ്ട്. ഓക്കെ, നമുക്ക് DC ഷണ്ട് ജനറേറ്ററാണ്. ഓക്കെ, സോ നമുക്കിവിടെ
ആർമേച്ചർ കറണ്ട് തന്നിട്ടുണ്ട്, നമ്മുടെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഉണ്ട്. ഇവിടെ നോക്കും, നമുക്കിവിടെ ഇൻറ്റേർണൽ ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമ്മളവിടെ എക്സ്റ്റേണൽ ക്യാരയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് എക്സ്റ്റേണൽ ക്യാര നമ്മൾ പറഞ്ഞു, ഡ്രോപ്പ് വരുന്ന ഡ്രോപ്പ് വരാനുള്ള 2 മെയിൻ റീസൺസ് നമ്മൾ പറഞ്ഞു. സോ അതനുസരിച്ച് നമുക്ക് നമ്മുടെ ആർമേച്ചർ, ഈ ഫിഗറിൽ കണ്ടു ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ്, നമ്മുടെ എക്സ്റ്റേണൽ നമ്മൾ പറഞ്ഞു ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ് വരാം, അതുപോലെ നമ്മുടെ ആർമേച്ചർ റെസിസ്റ്റൻസ് ഡ്രോപ്പും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ഡ്രോപ്പ് കാരണം നമുക്ക് നമ്മുടെ വോൾട്ടേജ് ലോസ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ എക്സ്റ്റേണൽ ക്യാരിയാണ് ഈ താഴെ കാണിച്ചിട്ടുള്ളത്. ദെൻ മുകളിൽ നമ്മുടെ ഇൻറ്റേർണൽ ക്യാരക്ടേഴ്സും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഐ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം IL പ്ലസ് ISH ആണ്, കാരണം DC ഷണ്ട് ജനറേറ്ററാണ്. ഇവിടെ ആർമേച്ചർ കറണ്ട് എന്ന് പറഞ്ഞാൽ ലോഡ് കറണ്ട് പ്ലസ് നമ്മുടെ ഷണ്ട് ഫീൽഡ് കറണ്ടാണ്. ഓക്കെ, ഇനി ISH കണ്ടുപിടിക്കാൻ നമുക്ക് ടെർമിനൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ RSH, ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ISHൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ നമുക്കിവിടെ ഇൻഡ്യൂസ്ഡ് EMF E എന്ന് പറഞ്ഞാൽ ടെർമിനൽ വോൾട്ടേജ് പ്ലസ് നമ്മുടെ IAR ആണ്. ഓക്കെ, ക്ലിയർ. ദെൻ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നമുക്കിവിടെ 2 കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു ടേമാണ് ലോഡ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ലോഡ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. രണ്ടും പരസ്പരം മാറിപ്പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പം ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മിനിമം വാല്യൂ ഓഫ് ലോഡ് റെസിസ്റ്റൻസ് വിത്ത് വിച്ച് ദ ജനറേറ്റർ ബിൽഡ്സ് അപ്പ് വോൾട്ടേജ് ആൻഡ് just below this value of load resistance the DC shunt generator will fail to build up its voltage when started with the load. ഇവിടെ പറയുന്നതാണ് ലോഡ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് ലോഡ് റെസിസ്റ്റൻസ്. അതായത് ഇതൊരു ലോഡ് റെസിസ്റ്റൻസിൻ്റെ മിനിമം വാല്യൂ ആണ്. ഇനി എപ്പോൾ എങ്ങനെ ഉണ്ടാകുമ്പോൾ വെച്ചാൽ വിത്ത് വിച്ച് ദ ജനറേറ്റർ ബിൽഡ്സ് അപ്പ് വോൾട്ടേജ്. അപ്പോൾ ജനറേറ്ററിന് വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിനിമം വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, ലോഡ് റെസിസ്റ്റൻസ് ആണ് ലോഡ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മിനിമം വാല്യൂ ഓഫ് ലോഡ് റെസിസ്റ്റൻസ്. ഓക്കെ, അത് മാറിപ്പോകരുത്. ഓക്കെ, ദെൻ ആൻഡ് ജസ്റ്റ് ബിലോ ദിസ് വാല്യൂ, ഇനി ഈ വാല്യൂവിൻ്റെ താഴെ ജസ്റ്റ് ബിലോ ദിസ് വാല്യൂ ഓഫ് ലോഡ് റെസിസ്റ്റൻസ് DC ഷണ്ട് ജനറേറ്റർ വിൽ ഫെയിൽ ടു ബിൽഡ് അപ്പ് ഇറ്റ്സ് വോൾട്ടേജ് വെൻ സ്റ്റാർട്ടഡ് വിത്ത് ലോഡ്. അപ്പോൾ നമ്മൾ ഈ DC ഷണ്ട് ജനറേറ്റർ ലോഡൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ ലോഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്കവിടെ ജനറേറ്റർ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലോഡ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വരെ, അതായത് ആ കറക്റ്റ് വാല്യൂയുടെ ജസ്റ്റ് ബിലോ വരെ നമുക്ക് എന്തല്ല DC ഷണ്ട് ജനറേറ്റർ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യുന്നില്ല. ഫെയിൽ ടു ബിൽഡപ്പ് ഇറ്റ്സ് വോൾട്ടേജ് ആയിട്ടായിരിക്കും നമ്മുടെ DC ഷണ്ട് ജനറേറ്റർ ഇരിക്കുന്നത്, ഈ ഒരു ലോഡ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിൻ്റെ ജസ്റ്റ് ബിലോ വരെ. ഓക്കെ, ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വിത്ത് ലോഡിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ആ ഒരു ലോഡ് റെസിസ്റ്റൻസ് ജസ്റ്റ് ഈ ഒരു വാല്യൂ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ നമുക്ക് വോൾട്ടേജ് ബിൽഡപ്പ് ആവുന്നില്ല. ഓക്കെ, അതായത് നമുക്ക് DC ഷണ്ട് ജനറേറ്റർ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കേണ്ട മിനിമം വാല്യൂ ഓഫ് ലോഡ് റെസിസ്റ്റൻസ് എത്രയാണോ ആ വാല്യൂവിനെ പറയുന്ന പേരാണ് ലോഡ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് പറയുന്നത് ദർ ആർ ദസ് 2 ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ഫോർ എ ഷണ്ട് ജനറേറ്റർ. അപ്പോൾ നമുക്കിവിടെ എന്തുണ്ട്, നമ്മുടെ ഷണ്ട് ജനറേറ്ററിന് 2 ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ഉണ്ട്. വൺ ഫോർ ദി ഒന്ന് ഫീൽഡ് സർക്യൂട്ടിനുള്ളത്, രണ്ടാമത്തത് അതർ ഫോർ ദി ലോഡ് എക്സ്റ്റേണൽ സർക്യൂട്ട്, അടുത്തത് ലോഡ് എക്സ്റ്റേണൽ സർക്യൂട്ട് എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് വാല്യൂസ് ഉണ്ട് നമ്മുടെ DC ഷണ്ട് ജനറേറ്ററിന്. ഒന്ന് ഫീൽഡ് സർക്യൂട്ടിന് ആയിട്ടുള്ള നമ്മുടെ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് വാല്യൂ, രണ്ടാമത്തത് ലോഡ് എക്സ്റ്റേണൽ സർക്യൂട്ടിനായിട്ടുള്ള
ലോഡ്, ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ 2 ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ഉണ്ട്, അത് 2 ഓർത്ത് വെക്കുക, ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ 2 അങ്ങോട്ട് മാറിപ്പോകരുത്, 2 ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾക്ക് പറയാനുള്ളതാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡി സി ഷണ്ട് ജനറേറ്റർ. ഡി സി ഷണ്ട് ജനറേറ്ററിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് ഡി സി ഷണ്ട് ജനറേറ്റർ ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ജനറേറ്ററാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ഡി സി ഷണ്ട് ജനറേറ്റർ ഇസ് എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ജനറേറ്റർ. ഓക്കെ, നോക്കാം നമുക്കപ്പം. അക്കോർഡിംഗ് ടു ദി ലോഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ ഡി സി ഷണ്ട് ജനറേറ്റർ, ദ ഡ്രോപ്പ് ഇൻ വോൾട്ടേജ് ഫ്രം നോ ലോഡ് ടു ഫുൾ ലോഡ് ഈസ് നോട്ട് അപ്രീഷ്യബിൾ അപ് ടു ഇറ്റ്സ് റേറ്റഡ് വാല്യൂ ഓഫ് ലോഡ് കറണ്ട്. അപ്പോൾ നമുക്കിവിടെ പറയുകയാണ്, നമ്മുടെ ഒരു ഡി സി ഷണ്ട് ജനറേറ്ററിൻ്റെ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു റേറ്റഡ് വാല്യൂ ഓഫ് ലോഡ് കറണ്ട് വരെ നമുക്ക് എന്താണ് നോ ലോഡ് ടു ഫുൾ ലോഡ് വരെ നോക്കുകയാണെങ്കിൽ വോൾട്ടേജിൽ ഉണ്ടാകുന്ന ഡ്രോപ്പ് എന്ന് പറയുന്നത് അപ്രീഷ്യബിൾ അല്ല, നോട്ട് അപ്രീഷ്യബിൾ എന്ന് അത്ര നമുക്ക് പരിഗണിക്കേണ്ട ആ ഒരു രീതിയിൽ അത്ര വലിയ ചേഞ്ച് ഒന്നും ഇല്ല, അത്ര കാര്യമായിട്ടുള്ള ഡ്രോപ്പ് വരുന്നില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ ഫിഗറിൽ നമ്മുടെ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് വരച്ചപ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ഏകദേശം നമ്മുടെ ഈ ഒരു ഫുൾ ലോഡ് കറണ്ടിൻ്റെ ഈ റേറ്റഡ് വാല്യൂ വരെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഒരു അത്ര ഓവർ ചേഞ്ച് ആയിട്ടല്ല വരുന്നതെന്നാണ് പറയുന്നത്, അത്ര അപ്രീഷ്യബിൾ ആയിട്ടുള്ള ചേഞ്ച് അല്ല ഉണ്ടാകുന്നത്. ഓക്കെ, ഹെൻസ് ഇറ്റ് ക്യാൻ ബി കാൾഡ് എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ജനറേറ്റർ. അതുകൊണ്ട് നമ്മൾ ഡി സി ഷണ്ട് ജനറേറ്ററിനെ ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ജനറേറ്റർ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മാറിപ്പോയത് നമ്മൾ മോട്ടർ പഠിക്കുന്ന സമയത്ത്, ഡി സി മോട്ടർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും, ഷണ്ട് മോട്ടർ പഠിക്കും. ഷണ്ട് മോട്ടറിൻ്റെ പ്രത്യേകത കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടറാണ്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടറാണ് ഷണ്ട് മോട്ടർ. അതുപോലെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ജനറേറ്ററാണ് നമ്മൾ ഡി സി ഷണ്ട് ജനറേറ്റർ. ക്ലിയർ? അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വെക്കുക. ദെൻ നമുക്ക് അപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ ദെർഫോർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കോൺസ്റ്റൻറ്റ് ലോഡ്. അതുകൊണ്ട് നമ്മൾ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ജനറേറ്റർ ആയതുകൊണ്ട് കോൺസ്റ്റൻറ്റ് ലോഡിലൊക്കെ നമ്മൾ മെയിനായിട്ട് ഡി സി ഷണ്ട് ജനറേറ്ററാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് സെൻട്രിഫ്യൂഗൽ പമ്പ്, അതുപോലെ ലൈറ്റിംഗ് ലോഡ്, ഫാൻസ്, ബാറ്ററി ചാർജിങ് ആൻഡ് ഇലക്ട്രോപ്ലേറ്റിംഗ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഡി സി ഷണ്ട് ജനറേറ്ററിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് പറയുന്നത്. നമ്മൾ ബാറ്ററി ചാർജിങ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആപ്ലിക്കേഷനാണ് ഇടയ്ക്ക് വരുന്നത്. സോ ബാറ്ററി ചാർജിങ്, ഇലക്ട്രോപ്ലേറ്റിംഗ്, സെൻട്രിഫ്യൂഗൽ പമ്പ്, ലൈറ്റിംഗ് ലോഡ്, ഫാൻസ് എക്സെട്ര, ഇതിലൊക്കെ നമ്മൾ ഡി സി ഷണ്ട് ജനറേറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇനിയും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, കുറച്ചെണ്ണം മാത്രമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് തന്നത് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡി സി ഷണ്ട് ജനറേറ്റർ ആപ്ലിക്കേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഡി സി ഷണ്ട് ജനറേറ്റർ ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ജനറേറ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡി സി ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്ററിൻ്റെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഡി സി ഷണ്ട് ജനറേറ്ററിൻ്റെ കംപ്ലീറ്റ് ആയി. നമുക്ക് ഡി സി സീരീസ് ജനറേറ്റർ ഉണ്ട്, കോമ്പൗണ്ട് ജനറേറ്ററൊക്കെ പറയാനുണ്ട്. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമുക്ക് ഇടയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ടേംസ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ ഓരോ ക്യാരക്ടറിസ്റ്റിക് കർവും കമ്പയർ ചെയ്ത് അതിൻ്റെ കർവിൻ്റെ രൂപം എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്ന ഏരിയ ആണ്. അതുപോലെ അതിൻ്റെ അപ്ലിക്കേഷൻസ്, ഓരോ ജനറേറ്ററിൻ്റെ അപ്ലിക്കേഷൻസൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു.